വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂട്ടർ. പ്രതിയെ വെറുതെ വിട്ട സാഹചര്യത്തിലാണ് അപ്പീൽ പോകുന്നത്. അടുത്ത നടപടി അപ്പീൽ സമർപ്പിക്കും ഹൈക്കോടതിയിൽ. വലിയ താമസമില്ലാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. റദ്ദ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. പ്രോസിക്യൂഷൻ്റെ വിലയിരുത്തൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്ന ഈ കുട്ടിയെ ഇത് കൊലപാതകമാണെന്ന്, ആ കൊലപാതകത്തിന് മുമ്പ് ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രണ്ട് കാര്യങ്ങൾ കോടതി ഫൈൻഡ് ചെയ്തു. പിന്നീട് പ്രതിയിലേക്ക് വരുമ്പോഴേക്ക് പ്രതിയെ അതിൽ കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അപര്യാപ്തമാണ്. DNA പ്രൊഫൈലിംഗ് ഇല്ല. പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ പ്രാധാന്യത്തോടു കൂടി കോടതി കണ്ടു എന്നാണ് അത് വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാത്ത ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. അതായത് അതിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന പേജ് നമ്പർ 60-ലാണെന്ന് ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ സബ്മിറ്റഡ് ദാറ്റ് ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് സയൻറ്റിഫിക് എവിഡൻസ് ദി അതർ എവിഡൻസ് ഈ പ്രതിയുടെ കോണ്ടക്റ്റ് ശിക്ഷിക്കാൻ പര്യാപ്തമാണെന്ന് പിന്നെ കോടതി വാദിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിധി ന്യായങ്ങളെ സംബന്ധിച്ച് യാതൊന്നും തന്നെ അതിൽ പരാമർശിച്ച് കാണുന്നില്ല. കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ TD സുനിൽകുമാർ. വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരും ഫോട്ടോഗ്രാഫറും ഒപ്പമുണ്ടായിരുന്നു. സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് വീട്ടിൽ പോയിരുന്നു. പ്രതി അർജുൻ തന്നെയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു കൺസൾട്ടർ കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മത്സരം തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷന് അപ്പോൾ തന്നെ ആരംഭിച്ചു. ഈ സംശയം തോന്നിയപ്പോൾ തന്നെ വിരലടയാള വിദഗ്ധരൊക്കെ ഉണ്ടായിരുന്നു സാറേ. വിരലടയാള ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയൻറ്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് സീൽ ചെയ്ത് തരുന്നത് അവിടെ. പിന്നെ ഈ പ്ലേസ് ഡിഫറൻസിൽ വേറെ ബ്ലഡൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ പോലീസിന് അവിടെ സീൽ ചെയ്തെടുക്കേണ്ടത്. കുട്ടിയുടെ ബ്ലഡിൻ്റെ അടുത്ത് വന്നത് സയൻറ്റിഫിക് ഓഫീസറാണ്. അവർ തന്നെ സീൽ ചെയ്ത് നമുക്ക് ഫൈറ്റ് ചെയ്ത് തരുമോ. പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങളുമായി. പ്രിൻസ്, എങ്ങനെയാണ് പ്രോസിക്യൂഷന്റെ ഇനിയുള്ള നീക്കം? അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത്? ധന്യ, തികച്ചു വേദനാജനകമായ വിധിയായിരുന്നു ഇന്നലെ ഉണ്ടായത്. സംഭവത്തിൽ എന്തായാലും അപ്പീലിന് പോകുന്ന എന്ന നിലപാടിലാണ് പ്രോസിക്യൂഷനിലേക്ക് വ്യക്തമാക്കുന്നത്. അതായത് കേസ് കൃത്യമായാണ് അന്വേഷിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കുന്നു. കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടെങ്കിലും പ്രതി അർജുൻ തന്നെയാണെന്ന കാര്യത്തിൽ ഉറച്ചിരിക്കുകയാണ് മാതാപിതാക്കളും. ഇയാൾ കുറ്റവിമുക്തനാക്കണമെന്ന് ഇയാളുടെ ബന്ധുക്കൾക്ക് മുൻപേ അറിയാമായിരുന്നുവെന്നും ശരിയായ രീതിയിലാണ് പഠിക്കാതെയാണ് വിധി കൽപ്പിച്ചതുമൊക്കെ പിതാവും ആരോപിക്കുന്നുണ്ട്. വിധി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അപ്പീൽ നൽകാൻ വരികയാണ് പ്രോസിക്യൂഷൻ. ശാസ്ത്രീയ തെളിവുകളെല്ലാം പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. സമാനമായ സാഹചര്യങ്ങളിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട്, കേസുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലഭിച്ചിരിക്കുന്ന തെളിവുകളൊക്കെ പര്യാപ്തമാണെന്നും പ്രതിക്ക് ശിക്ഷ നൽകാൻ ലഭ്യമാകുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത്. അതേസമയം എല്ലാ തെളിവുകളോടും കൂടിയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായ TD സുനിൽകുമാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്, പ്രതിയിലേക്ക് എത്തിയത്, തെളിവുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും നീതി ലഭിക്കുമെന്നാണ്. വീണ്ടും അപ്പീലിലേക്ക് പോയി അതോടെ കുട്ടിക്ക് നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ.
എന്തായാലും കൃത്യമായ തെളിവുകൾ ഒക്കെ ഉണ്ട് എന്ന് തന്നെ ഇവർ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നു. മറ്റ് തെളിവുകളിലെ അപര്യാപ്തതയില്ല, ആവശ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു, കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. പ്രതി ഇയാൾ തന്നെയാണെന്ന് ഉറച്ച നിലപാടിലാണ് ഈ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും നിലനിൽക്കുന്നത്. ടി.ഡി. സുനിൽകുമാർ അത് വ്യക്തമാക്കിയിരിക്കുന്നു. ഇയാൾ തന്നെയാണ് പ്രതി എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണവും തെളിവുകളും എല്ലാം ശേഖരിച്ചിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കപ്പെട്ടിരുന്നത് പര്യാപ്തമാണെന്നും അപ്പീലിന് പോയി നമുക്ക് നീതി ലഭ്യമാകും എന്ന ഒരു വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. നന്ദി.